നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര CDSന്റെ പൊതുസഭയും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനും കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം മാതൃകയായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സമിതി ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ശാസ്താംപാട്ട് കാവടി ചിന്ത് മത്സരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര CDSന്റെ പൊതുസഭയും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനും കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. അടിസ്ഥാന ഉപസമിതി കൺവീനർ ഷേർലി ജോസ്, ചെയർപേഴ്സൺ AR രാജേശ്വരി എന്നിവർ പങ്കെടുത്തു. ഓഡിറ്റ് റിപ്പോർട്ട് അക്കൌണ്ടന്റ് MN അജിത അവതരിപ്പിച്ചു. JLJ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി കൌൺസിലിംഗ്, വായ്പകൾ, AHCE, ഫ്രീ എസ്, VEP എന്നിവയെക്കുറിച്ചും CRPമാർ സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ ജിഷ ഷിജു നന്ദി അറിയിച്ചു. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് ബാലസഭ ഒന്നും കൂടി ഉപയോഗിക്കുക. നമ്മുടെ എല്ലാ മീറ്റിങ്ങും പറയുന്നതാണ് ബാലസഭകൾ ഒന്നും കൂടി ശക്തമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ഇടപെടാറില്ല. ഇപ്പോൾ ബാലസഭകൾ അന്നുള്ള പേരുകളൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൊക്കെ എഴുതി. കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. പെരുവനം കുട്ടന്മാരാർ, ക്ഷേത്രം തന്ത്രി അഴകത്ത് ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കുട്ടന്മാരാരെ പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് പൊന്നാടയണിയിച്ചു. ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അഴകത്ത് ദാമോദരൻ നമ്പൂതിരി, പുത്തുക്കാവ് ദേവസ്വം സെക്രട്ടറി MN രാമൻ നായർ, മേളകലാ സംഗീത സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് എന്നിവർ പങ്കെടുത്തു. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച OS ദേവിദത്തൻ, OV ആദിത് കൃഷ്ണ, അഭിനവ് സുരേഷ്, ആദിത്യൻ സുധീഷ്, ഭഗവത് സുധീഷ്, S അഖിൽ രാജ്, KS അശ്വിൻ കൃഷ്ണ, അശ്വിൻ PS, S അനിരുദ്ധ് രാജ്, PL അതുൽ കൃഷ്ണ, ES ആയുസ്, ധ്യാൻ B കൈലാസ്, ദേവേശ്വർ വിജിൽ, PB ഭരത് കൃഷ്ണ, ശബരികൃഷ്ണ പ്രസാദ്, ശ്രീഹരി ദിനേശ്, PS ദേവദത്ത്, PB വിവേക്, ES ധനോസ്, KP സൂര്യദേവ്, മഹാദേവ് ബിനോജ്, KS അനന്തുകൃഷ്ണൻ, VN ചന്ദ്രൻ, PS ഹരിദാസ് എന്നിങ്ങനെ 24 പേരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടിക്കയറിയത്. അരങ്ങേറിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പെരുവനൻ കുട്ടന്മാരാർ ഉപഹാരം നൽകി. അരങ്ങേറ്റ മേളത്തിന് കുറുംകുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയ്ക്ക് യഥാക്രമം കൊടകര അനൂപ്, മച്ചാട് പത്മകുമാർ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ 80-ൽ പരം സഹമേളക്കാർ അണിനിരന്നു. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ടുതൊടി റഷീദിന്റെ 2 വയസ്സ് പ്രായമുള്ള മൂരിക്കുട്ടിയാണ് ചത്തത്. തിങ്കളാഴ്ച രാവിലെ തോട്ടം തൊഴിലാളികളാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. കുണ്ടായി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് പുലി ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. മൂരിക്കുട്ടിയുടെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മാസങ്ങളായി ഈ പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പതിവായിരിക്കുന്നു. 2 ആഴ്ച മുൻപ് മുപ്ലി പ്രദേശത്ത് വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. നിരന്തരം പുലിയിറങ്ങി പ്രദേശത്ത് ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം മാതൃകയായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ BA മലയാളം, ഇംഗ്ലീഷ്, മീഡിയ സ്റ്റഡീസ്, BBA വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാമിന്റെയും ഉന്നത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ കടമ്പോട് പ്രദേശത്തു നിന്നും
ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി മത്സ്യരൂപത്തിലുള്ള ശില്പം നിർമ്മിച്ചു. തദ്ദേശവാസികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഈ ശില്പത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ആന്റോ വട്ടോലി നിർവഹിച്ചു. വാർഡ് മെമ്പർ സുമിത ഗിരി അധ്യക്ഷയായി. വാർഡ് മെമ്പർ സുമിത ഗിരി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. 2023-24 അക്കാദമിക് വർഷം സഹൃദയയിലെ വിദ്യാർത്ഥികൾ നടത്തിയ സർവേയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശില്പനിർമ്മാണം. അധ്യാപകർ, വിദ്യാർത്ഥികൾ, വാർഡിലെ കുടുംബശ്രീ, ഹരിതകർമ്മസേന, അംഗനവാടി പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. മണ്ഡലകാലത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ അഖില കേരള ശാസ്താംപാട്ട് കലാകാര സമിതി ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌഹൃദ ശാസ്താംപാട്ട് കാവടിച്ചിന്ത് മത്സരം നടത്തി. ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ മത്സരം റിട്ടയേർഡ് ജഡ്ജ് ഗീത മഴുവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP കേശവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാധാകൃഷ്ണൻ വടമ, ട്രഷറർ കുട്ടപ്പൻ ആചാരി എന്നിവർ സംസാരിച്ചു. 20ഓളം ടീമുകൾ പങ്കെടുത്തു. ശാസ്താംപാട്ടിൽ രാജേഷ് ചേറൂർ 1ാം സമ്മാനവും കുട്ടപ്പൻ ആചാരി 2ാം സ്ഥാനവും രാധാകൃഷ്ണൻ വടമ 3ാം സ്ഥാനവും നേടി. കാവടിച്ചിന്തിൽ അന്നനാട് വേലുപ്പിള്ളി ബ്രദേഴ്സ് 1ാം സ്ഥാനവും തപസ്യ ത്രിചക്രപുരം 2ാം സ്ഥാനവും രാധാകൃഷ്ണൻ ചിറങ്ങര 3ാം സ്ഥാനവും നേടി. ശാസ്താംപാട്ട് മത്സരത്തിൽ 1ാം സമ്മാനം നേടിയവർക്ക് പ്ലാന്തോട്ടത്തിൽ അയ്യപ്പൻ നായരുടെയും പുഞ്ചപ്പറമ്പിൽ പങ്കജാക്ഷൻ മേനോൻ സ്മാരക പുരസ്കാരവും 2ാം സമ്മാനം നേടിയവർക്ക് പുത്തൻചിറ തോട്ടപ്പള്ളി നാരായണൻ നായർ സ്മാരക പുരസ്കാരവും നൽകി. ശാസ്താംപാട്ടിൽ വിജയികളായവർക്ക് പരേതരായ മണവക്കത്ത് പരമേശ്വരൻ നായർ മകൻ ഗോപാലകൃഷ്ണൻ ഓണപ്പുടവ നൽകി. കാവടിച്ചിന്ത് വിജയികൾക്ക് അവാർഡും പൊന്നാടയും കാവടിച്ചിന്ത് കലാകാരനായിരുന്ന പ്രഭാകര മേനോൻ കുടുംബാംഗങ്ങൾ നൽകി. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം തുടരുന്നു. 7ാം ദിവസമായ തിങ്കളാഴ്ച ഹരിശ്ചന്ദ്ര കഥ തുടർച്ച, ശതാക്ഷി പാദുർഭാവം, ദേവിയുടെ 108 പീഠവർണ്ണനം, ബ്രഹ്മരൂപ വർണ്ണന, ദേവീസ്ഥാനങ്ങൾ, ദേവീവ്രതങ്ങൾ, മനുവംശ വർണ്ണന, ഭൂഗോള വർണ്ണന, പ്ലക്ഷാദീപ വർണ്ണന, സൂര്യാദിഗോള വർണ്ണന, നരകവർണ്ണന, ദേവീപൂജ ഭേദങ്ങൾ എന്നിവ പാരായണം ചെയ്തു. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെയും വിദ്യാർത്ഥികൾ കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തിയുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൌണ്ടിൽ സൈക്കിൾ റാലിയും വാക്കത്തോണും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 6 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തേക്കിൻകാട് തെക്കേ ഗോപുര നടയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ സ്വരാജ് റൌണ്ട് ചുറ്റി സമാപിച്ചു. തൃശൂർ എക്സൈസ് കമ്മീഷണർ സതീഷ് PK ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുകയും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരി വിരുദ്ധ ക്ലബായ നേർക്കൂട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. സഹൃദയ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മാനേജ്മെന്റ് ഫെസ്റ്റ് മെറാക്കി 2024ന്റെ ഈ വർഷത്തെ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 24-25 തീയതികളിലാണ് ഫെസ്റ്റ്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരിവിരുദ്ധ ക്ലബായ നേർക്കൂട്ടം കമ്മിറ്റിയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ലഹരി വിരുദ്ധ കമ്മിറ്റിയും തൃശൂർ ഡെക്കാത്രോൺ സൈക്കിൾ ക്ലബ്ബും സംയുക്തമായിട്ടാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തൃശൂർ സ്വരാജ് റൌണ്ടിൽ സംഘടിപ്പിച്ചത്. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ കോളേജുകളിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലുള്ള ആന്റി നാർക്കോട്ടിക് കൺട്രോളിന്റെ പേരാണ് ലഹരിക്ക് കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും അടിമപ്പെടും ഒരു വർത്തമാന കാലമാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര CDSന്റെ പൊതുസഭയും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനും കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. പാലപ്പിള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം മാതൃകയായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സമിതി ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ശാസ്താംപാട്ട് കാവടി ചിന്ത് മത്സരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.